കൊല്ലത്ത് കായിക താരങ്ങൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറിയതിൽ പോലീസ് കേസെടുത്തു. വാഹനം ഓടിച്ച ആളുടെ പേര് പരാമർശിക്കാതെയാണ് എഫ്ഐആർ. അപകടമുണ്ടാക്കിയ കാർ ബിന്ദുകൃഷ്ണയുടെ മകന്റെ പേരിലാണ്. 2 പെൺകുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഓടിച്ചതിന്റെ തന്റെ മകൻ അല്ലെന്നും പരിക്കേറ്റകളുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചിന്നക്കടയിലെ പൊട്ടിക്കലാശത്തിന് ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന ഈ വാഹനം 2 കായിക താരങ്ങൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. കൊല്ലം ആശ്രാമം വെച്ച് ഇടിച്ചു കയറുകയായിരുന്നു. അതിലൊരു പെൺകുട്ടി കായലിലേക്ക് തെറിച്ചു വീണു എന്നുമാണ് എഫ്ഐആർ ഉള്ളത്. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്ത് ഫയർഫോഴ്സും എത്തിയാണ് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ആ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആ കുട്ടി കൊല്ലം മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ തുടരുകയാണ്. ഈ വാഹനത്തിന്റെ ഉടമ ബിന്ദുകൃഷ്ണയുടെ മകന്റെ പേരിലാണ് ഈ വാഹനമുള്ളത്. ബിന്ദുകൃഷ്ണയുടെ മകന്റെ സുഹൃത്തുക്കളാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരാളെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ എഫ്ഐആറിൽ വാഹനം ഓടിച്ച ആളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ചിന്നുലക്ഷ്മി, ധന്യലക്ഷ്മി എന്നിവർക്കാണ് ഈ പരിക്കേറ്റ കുട്ടികൾ. അതിലൊരു കുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഈ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും സംഭവം രാഷ്ട്രീയമാനം വന്നതോടുകൂടി ഇന്നലെ LDF തന്നെ വലിയ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത്, ഒരു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇന്നലെ ബിന്ദുകൃഷ്ണ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും എഫ്ഐആറിൽ ഇനി വാഹനം ഓടിച്ച ആളെ തിരിച്ചറിയാനുണ്ട്. ആ ഓടിച്ച ആളുടെ പേര് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക്, കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഷമീർ നൽകുന്ന വിശദാംശം.